അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സം ഓഫ് ടു സബ്സ്പേസസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി അല്ലേ. W1 + W2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം. അത് ഒരു സബ്സ്പേസ് ആണെന്നും അതിൻ്റെ വേറെ ചില പ്രത്യേകതകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഇനി ഈ വീഡിയോ നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പോവുക. പോസിറ്റീവ് ഒന്ന് വായിച്ചു നോക്കുക. അതായത് ഇൻ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് dimension of W1 + W2 equal to dimension of W1 + dimension of W2 minus dimension of W1 intersection W2. ഇത് പിന്നെ ഓർക്കാൻ വളരെ എളുപ്പമല്ലേ. കാരണം ആ കാർഡിനാലിറ്റി റിസൾട്ട് ഇല്ലേ, N of A union B equal to N of A + N of B minus N of A intersection B, ആ റിസൾട്ട് വരുന്നതിന് സാമ്യതയുണ്ട്. ഇത് ഓർക്കാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്കിത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ ഇതിൻ്റെ പ്രൂഫിലേക്ക് പോവാണ്. ഇവിടെ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനിത് മാച്ചിട്ട് മുകളിൽ ഇത് മാത്രം അങ്ങ് എഴുതി വെക്കും. എന്നിട്ട് ബാക്കി പ്രൂഫ് ഇവിടെ അങ്ങ് എഴുതും. പ്രൂഫും ഞാൻ ചിലപ്പം ഏകദേശം ഫുള്ളങ്ങ് എഴുതും. അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വായിച്ച് നോക്കുമ്പം എവിടെ വരെയാണോ വായിച്ചിട്ട് ബാക്കി സ്വന്തം പ്രൂവ് ചെയ്യാൻ പറ്റുക അവിടെ നിർത്തിയിട്ട് സ്വന്തം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇനി ഞാൻ വായിച്ചിട്ട് പ്രൂഫ് തുടങ്ങട്ടെ. പ്രൂഫ് എഴുതുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. ഇവിടെയുള്ള ഈ സബ്സ്പേസുകളൊക്കെ W1 + W2, W1, W2, W1 intersection W2 ഇതെല്ലാം ഫൈനൈറ്റ് ഡയമെൻഷനിലായിരിക്കും കേട്ടോ. കാരണം എന്താ, ഇതൊക്കെ വീൻ്റെ സബ്സ്പേസ് അല്ലേ. വി ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്. എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ സബ്സ്പേസുകളും ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫൈനൈറ്റ് ഡയമെൻഷനിലാണ് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ട് കേട്ടോ. ഈ W1 intersection W2-നാണെങ്കിലും എക്സെട്രാ W1 + W2-നാണെങ്കിലും അതിനൊക്കെ ഒരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കണം. ഇനി ഞാൻ പ്രൂഫ് ഇവിടെ മൊത്തം എഴുതാൻ പറ്റുമോ നോക്കട്ടെ. പ്രൂഫ് മുഴുവൻ ഇവിടെ കൊണ്ടുപോകുന്നില്ല, എൻ്റെ ഗസ് വളരെ മോശമായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിപ്പിക്കാം. നിങ്ങൾ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കൂ കേട്ടോ. ഇനി ഞാൻ കാര്യങ്ങൾ പറയട്ടെ. ഞാൻ ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചിത്രം വരയ്ക്കുക, ഈസിയായിട്ട് പറയാൻ. ഇവിടെ നമുക്ക് W1, W2 എന്ന് പറഞ്ഞ രണ്ട് സബ്സ്പേസുകളുണ്ട് അല്ലേ. W1, W2, പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ W1 + W2 അവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തില്ല. അപ്പോൾ റൈറ്റ് സൈഡിനെ കുറിച്ച് ചർച്ച കേട്ടോ. അപ്പോൾ ഇതെന്താണ്, W1 intersection W2 ആണ് അല്ലേ. ഇങ്ങനെ മൂന്ന് സബ്സ്പേസുകൾ ഇവിടെ റൈറ്റ് സൈഡിലുണ്ട്. ഞാൻ ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ W1 intersection W2-ൻ്റെ ഒരു ബേസിസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അതായത് ഈ B0 U1 എക്സെട്രാ UR ആരുടെ ബേസിസാണ്, W1 intersection W2, അതായത് ഇതിൻ്റെ ബേസിസാണ്. ഇവിടെ ഞാൻ B0 എഴുതാം. B0 ഈസ് എ ബേസിസ് ഫോർ ദിസ് W1 intersection W2. ഇനി നോക്കുക, ഈ B0 അപ്പം W1-ൻ്റെയും W2-ൻ്റെയും ഒക്കെ സബ്സെറ്റ് അല്ലേ. B0 ഈ W1 intersection W2-ൻ്റെ ബേസിസാണ്. അതുകൊണ്ട് തന്നെ ഇത് W1 intersection W2-ൻ്റെ ഒരു സബ്സെറ്റാണ്. സ്വാഭാവികമായിട്ടും അത് W1-ൻ്റെയും W2-ൻ്റെയും ഒക്കെ സബ്സെറ്റ് ആയിരിക്കും. വെറും സബ്സെറ്റ് മാത്രമാണോ? അല്ല, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആയിരിക്കും. കാരണം എന്താ, ഇത് ബേസിസാണ്. സോ ദിസ് B0 ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് W1 ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് W2 അല്ലേ. ഇനി നമുക്കറിയാം, ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ വെക്റ്റർ സ്പേസിനൊരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താൽ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ സ്പേസിന് ഒരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റും. നോക്കുക, ഇവിടെ B0 W1-ൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ B0-നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് W1 എനിക്കൊരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റൂലേ? ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ B0-നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് B0-ൽ കുറച്ചുകൂടി ആൾക്കാർ ആഡ് ചെയ്തിട്ട് X1 എക്സെട്രാ XM ആഡ് ചെയ്തിട്ട് W1-ന് ഞാനൊരു ബേസിസ് ഉണ്ടാക്കി. സോ ദിസ് B1 ഈസ് എ ബേസിസ് ഫോർ ദിസ് W1. ഞാൻ ഇവിടെ എഴുതുന്നില്ല, അത് മനസ്സിലാക്കാം അല്ലേ. ഒരു M ആൾക്കാരെ ഇതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ B0-നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് W1-ന് ഞാനൊരു ബേസിസ് ഉണ്ടാക്കി. ഇനി അതേമാതിരി തന്നെ ഈ B0 W2-ൻ്റെ സബ്സെറ്റ് അല്ലേ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് അല്ലേ. അങ്ങനെ ഈ B0-നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് W2-ന് എനിക്ക് ഒരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റൂലേ. ഞാൻ അതും ഇവിടെ ചെയ്തു. B0-നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിലേക്ക് സം N വെക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് W2-നും ഞാനൊരു ബേസിസ് ഉണ്ടാക്കി. അത് ഞാൻ B2 എന്ന് വിളിച്ചു. സോ ഇവിടെ ഈ പിക്ചറിൽ ഇപ്പം എന്തൊക്കെയുണ്ട്, പിന്നെ ബോർഡിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന W1 അതിന് ഞാൻ ഇവിടെ ഒരു ബേസിസ് എഴുതി. W2 അതിനിവിടെ ബേസിസ് ഉണ്ട് B2. ഇനി W1 intersection W2 അതിനിവിടെ ബേസിസ്. ക്ലിയർ അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ അവിടെ ഒരു പുതിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെറ്റിൽ ആരെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ W1 ഈ B0-ലെ യുകളൊക്കെ ഇവിടെ എഴുതി. പിന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ W1-ന് ബേസിസ് ഉണ്ടാക്കില്ലേ. എക്സുകൾ ആഡ് ചെയ്തിട്ട് ആ എക്സുകൾ ഇവിടെ വെച്ചു. പിന്നെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ W2-ന് ഒരു ബേസിസ് ഉണ്ടാക്കില്ലേ. വൈകൾ ആഡ് ചെയ്തിട്ട് ആ വൈകളും ഇവിടെ വെച്ചു. നിങ്ങൾ പോസിറ്റ് മനസ്സിലാക്കുക. സോ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ പുതിയൊരു സെറ്റ് B ഉണ്ടാക്കി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ദിസ് B ഈസ് എ ബേസിസ് ഫോർ W1 + W2 നമ്മൾ പ്രൂവ് ചെയ്യും. ഇനി ഇത് കഴിഞ്ഞിട്ട് പ്രൂവ് ചെയ്യും. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും,
ഈ W1 + W2 ഏതൊരു വെക്ടർ എടുത്താലും അതിനെ ഈ ബിയിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുമെന്ന് ഞാൻ കാണിക്കേണ്ടി വരും. അതായത് ഇതിൻ്റെ സ്പാൻ എടുത്താൽ W1 + W2 കിട്ടുമെന്ന് ഞാൻ പറയണം. മാത്രമല്ല ദിസ് ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് W1 + W2 അതും ഞാൻ കാണിക്കണം. അതൊക്കെ നമുക്ക് കാണിക്കാം. വെയിറ്റ് ആൻഡ് സി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. സപ്പോസ് അതൊക്കെ കാണിച്ചു വിചാരിക്കുക. ഇത് W1 + W2 ബേസിസ് ആണെന്ന് കാണിച്ചു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല വെരിഫൈ ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പോസ് ചെയ്തിട്ട് ഞാനിവിടെ എഴുതാം, നിങ്ങൾ ആദ്യം പോസ് ചെയ്തിട്ട് ആലോചിക്കുക. സപ്പോസ് ദിസ് ഇസ് പ്രൂവ്ഡ്. ഇത് പ്രൂവ് ചെയ്തില്ല, പക്ഷേ ഇത് പ്രൂവ് ചെയ്തു വിചാരിക്കുക. പ്രൂവ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എല്ലാ സബ്സ്പേസിൻ്റെ ബേസിസ് ഇപ്പോൾ നമ്മുടെ കയ്യിലെത്തി അല്ലേ. W1 ബേസിസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, W2 ബേസിസ് നമ്മുടെ കയ്യിലുണ്ട്, W1 ഇൻ്റർസെക്ഷൻ W2 ബേസിസ് ഇവിടെ ഉണ്ട്. ഇനി ഈ W1 + W2 ബേസിസ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യുകയും ചെയ്യും അല്ലേ. സപ്പോസ് ഇറ്റ് ഈസ് ചെയ്തു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും ബേസിസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ ഇവിടെ ചെയ്താൽ ഓക്കെ. ഞാൻ ആദ്യം W1 + W2 ഡയമെൻഷൻ എഴുതട്ടെ. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ W1 + W2 ഡയമെൻഷൻ എന്ത് വരും? M + R + N വരും. ഇവിടെ എനിക്കത് എഴുതാം, M + R + N. ഇനി W1 ഡയമെൻഷൻ എന്താ? ഇവിടുന്ന് എന്താ കിട്ടുക? ഇവിടെ ടോട്ടൽ M + R എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. സോ M + R വരും. അതേമാതിരി തന്നെ W2 ഡയമെൻഷൻ എന്ത് വരും? N + R വരും അല്ലേ. W1 ഡയമെൻഷൻ ഇതാണ്, W2 ഡയമെൻഷൻ ഇതാണ് അല്ലേ. ഇനി W1 ഇൻ്റർസെക്ഷൻ W2 ഡയമെൻഷൻ എന്താ? ഇതല്ലേ അതിൻ്റെ ബേസിസ്. അപ്പോൾ ഇതിൽ R എലമെൻറ്റ്സ് ആണ്. സോ R. ഇനി നിങ്ങൾ നോക്കൂ, ഇത് ഈക്വൽ ആണോ നോക്കൂ. ഇത് ഈക്വൽ ആണ് അല്ലേ, മൈനസ് ആണ് അല്ലേ. ഇവിടെ M + R + N ആണ്. ഇനി ഇവിടെ നോക്കുക, M + N ഉണ്ട്, R + R 2R ആണ്, പക്ഷേ അതിൻ്റെ അകത്ത് R - C ഉണ്ട്. അപ്പം റൈറ്റ് സൈഡിലും M + R + N വരും. അപ്പം ഇത് ഈ W1 + W2 ബേസിസ് ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് വെരിഫൈ ചെയ്യാം, ഈസിയാണ്. സോ നമ്മളെ കയ്യിൽ ബാക്കി എടുക്കുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ ഞാനിനി ഈ ഭാഗം മാച്ചിട്ട് ഇത് ബേസിസ് ആണ് പ്രൂവ് ചെയ്യും. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ നോട്ടിൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവണം. B നോട്ട് എന്ന് പറഞ്ഞാൽ W1 ഇൻ്റർസെക്ഷൻ W2 ബേസിസ് ആണ്. B1 എന്ന് പറഞ്ഞാൽ ഇത് W1 ബേസിസ് ആണ്, ഇത് W2 ബേസിസൊക്കെ ഉണ്ടാവണം. ഞാൻ ഇതൊക്കെ മായ്ക്കാൻ പോവാണ് സ്ഥലമില്ലാത്തതും കൊണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ നോട്ടിൽ മനസ്സിലൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇത് മാച്ചിട്ട് ഇത് W1 + W2 ഒരു ബേസിസ് ആണ് ഇവിടെ പ്രൂവ് ചെയ്യും. അതോടുകൂടെ ഈ വീഡിയോ കഴിയുകയും ചെയ്യും. ഓക്കെ, നൈസ്. അപ്പോൾ ഇനി ബാക്കിയുള്ള എന്താണ്? ദിസ് ബി ഈസ് എ ബേസിസ് ഫോർ W1 + W2 എന്ന് കാണിക്കണം. അതിനെന്തൊക്കെയാണ് കാണിക്കേണ്ടത്? ഈ ദിസ് ബി ഈസ് എ സ്പാനിങ് സബ്സെറ്റ് ഓഫ് W1 + W2 എന്ന് കാണിക്കണം. മാത്രമല്ല ദിസ് ബി ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് W1 + W2 എന്ന് കാണിക്കണം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ W1 + W2 സബ്സെറ്റ് അല്ലേ ഞാൻ കാണിക്കുന്നുണ്ടോ? അത് വളരെ ഈസി ആയിട്ട് കിട്ടും. കാരണം ഈ ബിയിലുള്ള വെക്ടേഴ്സൊക്കെ W1 W2 ഒക്കെ ഉള്ളവരാണ്. അതൊക്കെ ഇവിടെ വരും, W1 + W2 വരും. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് W1 + W2 is the smallest subspace containing both W1 and W2 അല്ലേ. W1ലെയും W2ലെയും എല്ലാ വെക്ടേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്ത ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ് W1 + W2. അപ്പം ഇവിടെ ഈ ബിയിലുള്ള വെക്ടേഴ്സൊക്കെ W1 W2 ഉള്ളവരാണ്. അപ്പം ഈ വെക്ടേഴ്സൊക്കെ സ്വാഭാവികമായിട്ടും W1 + W2 ഉണ്ടാവും. സോ ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ് W1 + W2. ഇനി എന്ത് കാണിച്ചാൽ മതി എനിക്കിവിടെ? ഇതിൻ്റെ അകത്തുള്ള ഏതൊരു വെക്ടർ എടുത്താലും അതിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതാൻ പറ്റുമെന്ന് കാണിക്കണം. അപ്പം ഇതിൻ്റെ സ്പാൻ ഈസ് W1 + W2 എന്ന് വരും. പിന്നെ എന്ത് കാണിക്കണം? ദിസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് കാണിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ കാണിച്ചത് ഇവിടെയുള്ള ഏതൊരു W1 + W2 ഏതൊരു വെക്ടർ എടുത്താലും അതിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റുന്ന അവിടെ കാണിച്ചത്. അപ്പോൾ ഞാൻ W1 + W2 ഒരു വെക്ടർ V എടുത്തു. അപ്പോൾ ആ വീനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്മോൾ W1 + സ്മോൾ W2 എഴുതാൻ പറ്റും. വേർ W1 comes from this space and W2 comes from this space. അങ്ങനെ എഴുതാൻ പറ്റും ഈ വീന് അല്ലേ. ഏതായാലും ഒക്കെ പോസിറ്റ് ആലോചിച്ച് നോക്കുക. ഇനി ഈ W1 എവിടെ നിന്ന് വന്നാണ്? ക്യാപിറ്റൽ W1 എന്ന് വന്നാണ്. ക്യാപിറ്റൽ W1 ബേസിസ് എന്തായിരുന്നു? നിങ്ങളുടെ നോട്ടിലുണ്ടാവും. ക്യാപിറ്റൽ W1 ബേസിസ് വരിക ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വെക്ടേഴ്സാണ് അല്ലേ. അതാണ് ക്യാപിറ്റൽ W1 ബേസിസ്. നിങ്ങൾ നോട്ടിൽ എഴുതി ചെയ്താവില്ലേ, അത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഈ W1 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ എഴുതിയതാ. X1 etc. UR വരെയുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഞാൻ W1 എഴുതാം. ബിക്കോസ് W1 ഈസ് ഫ്രം ക്യാപിറ്റൽ W1. ഇനി അതേമാതിരി തന്നെ W2 എവിടെ നിന്ന് വന്നാണ്? ക്യാപിറ്റൽ W2 വന്നാണ്. W2 ഈ സ്പേസിൻ്റെ ബേസിസ് എന്താ വരുന്നത്? നിങ്ങൾ നോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വെക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ W2 ഈ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാം. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നൗ ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഈ V ഈ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായി കിട്ടുന്ന കാണിക്കേണ്ടത്. അപ്പോൾ V എന്തായിരുന്നു? W1 + W2. ഇനി W1 ഇതാണ്, W2 ഇതാണ്. അതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് മനസ്സിലാവും. V ഈസ് ദിസ് സം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഏതൊക്കെ വെക്ടേഴ്സാണുള്ളത്? X1 മുതൽ Xm വരെയുള്ള വെക്ടേഴ്സ്, U1 മുതൽ UR വരെയുള്ള വെക്ടേഴ്സ്, Y1 മുതൽ Yn വരെയുള്ള വെക്ടേഴ്സ്. അപ്പോൾ ദിസ് V ഈസ് റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ B.
അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ട് W1 പ്ലസ് W2 ഒരു വെക്റ്റർ വി എടുത്തപ്പം അതിന് ഈ ബിയിലെ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനൊക്കെ ഇട്ട് എഴുതാൻ പറ്റി. സോ ഇതിൻ്റെ സ്പാൻ എടുത്താൽ W1 പ്ലസ് W2 കിട്ടുമെന്ന് മനസ്സിലായി. ഇനി ഞാൻ എന്തുകൂടി കാണിച്ചാൽ മതി, ദിസ് ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഈ ബി ഇതിൻ്റെ ബേസിസ് ആവും. അപ്പോൾ ഞാൻ എന്ത് മാച്ചിട്ട് ദിസ് ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് കൂടി കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് കാണിക്കേണ്ടത് ഈ ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്നാണ്. അതിൻ്റെ സ്റ്റെപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, ബാക്കി നമുക്ക് ഒരുമിച്ച് ചെയ്താം. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ മാത്രമേ 0 തരുള്ളൂ എന്ന് കാണിക്കണം. അപ്പം ഞാനിതിൻ്റെ ഒരു കോമ്പിനേഷൻ ഈക്വൽ ടു 0 എടുത്തു. ഇനി നമ്മൾ എന്ത് കാണിക്കണം, ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ സ്കാലാസും, അതായത് A1 മുതൽ AM വരെ, പിന്നെ B1 മുതൽ BR വരെ, പിന്നെ C1 മുതൽ CN വരെയുള്ള എല്ലാ സ്കാലാസും 0 എന്ന് കാണിക്കണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ C1 Y1 പ്ലസ് എക്സെട്ര പ്ലസ് CN YN ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ റൈറ്റ് സൈഡിലേക്ക് ഉണ്ട്. പോസിറ്റീവ് വെച്ചാൽ മനസ്സിലാവും അല്ലേ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളവർ ഇവിടെ വെച്ചു, ബാക്കിയുള്ളവരൊക്കെ റൈറ്റ് സൈഡിലേക്ക് തട്ടി. ക്ലിയർ. ഇനി ഈ റൈറ്റ് സൈഡ് ഒന്ന് നോക്കൂ. ഈ റൈറ്റ് സൈഡ് ആക്ച്വലി X1 മുതൽ UR വരെയുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ. നിങ്ങൾ നോട്ട് നോക്കിയാൽ മനസ്സിലാവും ഈ X1 മുതൽ UR വരെയുള്ള വെക്ടേഴ്സ് എന്തായിരുന്നു, W1 എന്ന് പറഞ്ഞ സ്പേസിൻ്റെ ബേസിസിലെ വെക്ടേഴ്സാണിത്. അപ്പം ഈ X1 മുതൽ UR വരെയുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അപ്പോൾ എവിടെ വരും, W1 വരും. കാരണം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു W1 ബേസിസിലുള്ള വെക്ടേഴ്സാണ്. സോ എനിക്ക് പറയാം ദിസ് കോമ്പിനേഷൻ ബിലോങ്സ് ടു W1. അതായത് ദിസ് കോമ്പിനേഷൻ ബിലോങ്സ് ടു W1 അല്ലേ. ഇത് W1 ഉണ്ടെങ്കിൽ ഇതും W1 ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം. ഞാൻ എഴുതിയത് ശരിയല്ലേ, സംശയമൊന്നുമില്ലല്ലോ. നൈസ്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി ഈ കോമ്പിനേഷൻ ഈ Y1 എക്സെട്ര YN ഈ വെക്ടേഴ്സ് എവിടെയാണ് നിങ്ങൾക്കറിയാം. നോട്ട് നോക്കിയാൽ വീണ്ടും മനസ്സിലാവും. U1 മുതൽ YN വരെയുള്ള എല്ലാ വെക്ടേഴ്സും ആരെ ബേസിസിലുള്ളവരാണ്, W2 ബേസിസിലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ Y1 മുതൽ YN വരെയുള്ള വെക്ടേഴ്സിലെ ലീനിയർ കോമ്പിനേഷൻ എവിടെ വരും, W2 വരും. സോ ദിസ് കോമ്പിനേഷൻ W1 മാത്രമല്ല W2 വരും. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ബിലോങ്സ് ടു W1 ആൻഡ് W2. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. ഇനി ഈ വെക്ടർ W1 ഇൻ്റർസെക്ഷൻ W2 എത്തിയപ്പോൾ W1 ഇൻ്റർസെക്ഷൻ W2 ബേസിസ് എന്താണ്, ഈ U1 മുതൽ UR വരെയുള്ള വെക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോമ്പിനേഷന് U1 എക്സെട്ര URൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റില്ല. കാരണം എന്താ, W1 ഇൻ്റർസെക്ഷൻ W2 ബേസിസ് ആണിത്. ഇതിൻ്റെ അകത്തുള്ള ഏത് വെക്ടറിനെയും ഈ U1 എക്സെട്ര URൻ്റെ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വെക്ടറിനെയും ഈ U1 എക്സെട്ര URൻ്റെ ഒരു കോമ്പിനേഷനാക്കി എഴുതട്ടെ. സോ ദിസ് ഇംപ്ലൈസ് C1 Y1 പ്ലസ് എക്സെട്ര പ്ലസ് CN YN ഇസ് ഈക്വൽ ടു എ കോമ്പിനേഷൻ ഓഫ് U1 എക്സെട്ര UR. അതിൻ്റെ കോമ്പിനേഷനെ ഞാൻ ഇങ്ങനെ എടുക്കട്ടെ. ഇപ്പോൾ എയും ബി സിയും ഒക്കെ ഓൾറെഡി ഉപയോഗിച്ചു വരും. അതുകൊണ്ട് ഞാൻ ഇസ് ഈക്വൽ ടു സം β1 UR പ്ലസ് U1 പ്ലസ് എക്സെട്ര പ്ലസ് βR UR അങ്ങനെ എഴുതാൻ പറ്റും. കാരണം ഈ വെക്ടർ W1 ഇൻ്റർസെക്ഷൻ W2 അതിൻ്റെ ബേസിസ് ആണെങ്കിലോ U1 എക്സെട്ര UR ആണ്. ഓക്കെ, നൈസ്. ഇനി ഇവിടുന്ന് ഞാൻ ഈ പിന്നെ എന്ത് ചെയ്യട്ടെ, ഇതിനെ കൂടി റൈറ്റ് സൈഡിലേക്ക് എടുക്കട്ടെ. അപ്പോൾ എങ്ങനെ കിട്ടും, വിച്ച് ഇംപ്ലൈസ് β1 U1 പ്ലസ് എക്സെട്ര പ്ലസ് βR UR പിന്നെ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പം -C1 Y1 അല്ലേ. ഞാൻ ഇങ്ങനെ എഴുതട്ടെ, പ്ലസ് -C1 Y1 എഴുതിയാൽ മതി. ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ, Y1 അല്ലേ, റൈറ്റ് സൈഡിലേക്ക് എടുക്കുക കേട്ടോ അത്. അപ്പം പ്ലസ് എക്സെട്ര പ്ലസ് -CN YN ഈക്വൽ ടു 0 എന്ന് വരും. മൊത്തം റൈറ്റ് സൈഡിലേക്ക് എടുത്തിരിക്കുക. ഓക്കെ, നൗ ഇത് നോക്കൂ. ഈ ലെഫ്റ്റ് സൈഡിലുള്ള വെക്ടേഴ്സ് ഏതൊക്കെ നോക്കൂ. U1 മുതൽ UR വരെ ഉള്ളവരുണ്ട് അല്ലേ. U1 മുതൽ UR വരെ ഉള്ളവരുണ്ട്. പിന്നെ Y1 മുതൽ YN വരെ ഉള്ളവരുണ്ട്. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വെക്ടേഴ്സാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളവർ. അതിൻ്റെ കോമ്പിനേഷനാണ്. ഇത് നോക്കുക, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ വെക്ടേഴ്സ് എന്തായിരുന്നു, W2 ബേസിസാണ്. W2 ബേസിസ് ആയതുകൊണ്ട് തന്നെ ഈ U1 മുതൽ YN വരെയുള്ള വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലേ. അതിൻ്റെ ഒരു കോമ്പിനേഷൻ 0 തരുന്നുണ്ടെങ്കിൽ അത് ട്രിവിയൽ കോമ്പിനേഷൻ മാത്രമല്ലേ 0 തരുള്ളൂ. അപ്പോൾ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ സ്കാലാസും β1 മുതൽ βR വരെ, പിന്നെ -C1 മുതൽ -CN വരെയുള്ള എല്ലാ സ്കാലാസും 0 അല്ലേ. അപ്പോൾ ബീറ്റ പോട്ടെ, ബാക്കിയില്ല. എനിക്ക് ഇങ്ങനെ ഇത് ഇവിടെ ഇവിടുന്ന് ഇത് ഈ β1 എക്സെട്ര BR ഒക്കെ 0 ആണ്. ഇൻ പെർട്ടിക്കുലർ C1 മുതൽ CN വരെയുള്ളവരും 0 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് C1 ഈക്വൽ ടു 0 എക്സെട്ര CN ഈക്വൽ ടു 0 എഴുതാം അല്ലേ.
അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ എന്ത് പ്രൂവ് ചെയ്തു, ഈ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്നെടുത്തതിൽ ഈ C1 എക്സെട്ര CN ഈക്വൽ ടു 0 ഞാൻ പ്രൂവ് ചെയ്തു. അത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇനി ഞാൻ നിങ്ങൾ സ്വന്തം കട്ട് ചെയ്തോളൂ. ഇനി എന്ത് ചെയ്യുന്നു നിൽക്കാം, ഇത് മൊത്തം 0 ആയതുകൊണ്ട് എനിക്ക് ഈ എക്സ്പ്രഷനൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഡിലീറ്റ് ചെയ്താൽ അല്ലേ, ഇത് മൊത്തം 0 ആയതുകൊണ്ട് ഇവിടെ ഇതങ്ങ് ഒഴിവാക്കി ബാക്കിയുള്ളവർ എന്തായിരിക്കും 0 ആയിരിക്കും. നിങ്ങൾ വേറെ ചെയ്ത് നോക്കട്ടോ. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 0 ചെയ്താൽ അല്ലേ. ഇനി നോക്കും ഇവിടെ ഇപ്പോൾ ബാക്കിയുള്ളവർ എന്താണ്, x1 മുതൽ UR വരെയുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 അല്ലേ. ഈ x1 മുതൽ UR വരെയുള്ള വെക്ടേഴ്സ് എന്താണ്, W1ൻ്റെ ബേസിസ് അല്ലേ. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് പറയുമ്പം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ സ്കാലാസും 0 ആവണ്ടേ. അപ്പോൾ എന്ത് മനസ്സിലായി, ഈ A1 മുതൽ AM വരെയുള്ള സ്കാലാസും B1 മുതൽ BR വരെയുള്ള സ്കാലാസും അതും ഒക്കെ എന്തായിരിക്കണം, 0 ആയിരിക്കണം. സോ അതുകൂടി ഇവിടെ എഴുതാം. ഓക്കെ, ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെയുള്ള എല്ലാ സ്കാലാസും 0 എന്നിട്ട് ആദ്യം ഞാൻ C1 മുതൽ CN വരെയുള്ള സ്കാലാസ് 0 എന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പം A1 മുതൽ AM വരെയുള്ളവരും B1 മുതൽ BR വരെയുള്ളവരും ഒക്കെ 0 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഈക്വൽ 0 എന്നെടുത്തപ്പം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ സ്കാലാസും 0 ഞാൻ പ്രൂവ് ചെയ്തു. ഒക്കെ നിങ്ങൾ നോട്ടിൽ വൃത്തിക്ക് എഴുതിയിട്ട് മനസ്സിലാക്കുക. ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും ചോദിച്ചാൽ മതി. എനിവേ ഈ W1 + W2ൻ്റെ ബേസിസാണ് ഈ B. അങ്ങനെ ആകുമ്പോൾ നമ്മൾ തുടങ്ങിയ ആ ഫോമിലൊക്കെ വെരിഫൈഡ് ആണ്, പ്രൂവ്ഡ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഡൗട്ടുകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവട്ടോ, ഒക്കെ ചോദിക്കാം. നൈസ്.